السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين، أما بعد. يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون. ആദരണീയരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരന്മാരെ, സഹോദരികളെ, കേരളത്തിൻ്റെ നവോത്ഥാന ചരിത്രത്തിൽ ഒരു നൂറ്റാണ്ട് പിന്നിടാനായിരിക്കുന്ന ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ ആദർശങ്ങൾ വിശദീകരിക്കുവാനും അതുമായി ബന്ധപ്പെട്ട് ഉയർന്നുവരുന്ന സംശയങ്ങൾക്ക് വിശദീകരണം നൽകുവാനുമാണ് ഇത്തരമൊരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ചരിത്രം, കേരളത്തിൻ്റെ മണ്ണിൽ ഇസ്ലാഹി പ്രസ്ഥാനത്തിൻ്റെ പണ്ഡിതന്മാർ നടത്തിയ പ്രവർത്തനങ്ങളുടെ ചരിത്രം ഒരു തുറന്ന പുസ്തകമായി കേരളീയ സമൂഹത്തിൻ്റെ മുന്നിലുണ്ട്. വിശുദ്ധ ഖുർആനിൻ്റെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്തിൻ്റെയും അടിസ്ഥാനത്തിൽ അള്ളാഹുവിൻ്റെ ദീൻ അംഗീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ഒരു നല്ല സമൂഹത്തെ സൃഷ്ടിച്ചെടുക്കുക എന്ന ദൗത്യമാണ് ഇസ്ലാഹി പ്രസ്ഥാനം കേരളത്തിലും ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലും നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. മനുഷ്യരോട് നന്മ കൽപ്പിക്കുകയും തിന്മ വിരോധിക്കുകയും ചെയ്യുക എന്ന മനുഷ്യ സമൂഹത്തിന് ഏറ്റവും ഗുണകരമായ ഒരു കാര്യമാണ് അവർ നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. അതോടൊപ്പം തന്നെ കേരളത്തിലെ മുസ്ലിം സമൂഹത്തെ മുന്നിൽ വെച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന മറ്റു ചില വസ്തുതകൾ കൂടിയുണ്ട്. ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിലായി പരന്നുകിടക്കുന്ന ലക്ഷക്കണക്കിന് മുസ്ലിങ്ങൾ, ഈ മുസ്ലിങ്ങളിൽ നിന്ന് മതപരമായും വിദ്യാഭ്യാസപരമായും സാമൂഹികമായും സാമ്പത്തികമായും വൈജ്ഞാനികമായും ഒക്കെ കേരളത്തിലെ മുസ്ലിങ്ങൾ എന്തുകൊണ്ടാണ് വേറിട്ട് നിൽക്കുന്നത് എന്ന ഒരു ചർച്ചയും പഠനവും പലരും നടത്തിയത് നമുക്ക് കാണാം. കേരളത്തിന് പുറത്തേക്ക് നീങ്ങിയാൽ വിദ്യാഭ്യാസപരമായി മുസ്ലിങ്ങൾ പിന്നാക്കാവസ്ഥയിലാണ്. രാഷ്ട്രീയമായി സംഘടിക്കുവാനോ അതല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ഭാഗവാക്കായി പ്രവർത്തിച്ചുകൊണ്ട് സമൂഹത്തിന്റെയും സമുദായത്തിന്റെയും ഉന്നമനത്തിനു വേണ്ടി പ്രവർത്തിക്കുവാനോ ഉള്ള ബുദ്ധിപൂർവകമായ ശ്രമങ്ങൾ കേരളത്തിന് പുറത്ത് നമുക്ക് കാണാൻ കഴിയില്ല. മത ഭൗതിക വിദ്യാഭ്യാസ രംഗങ്ങളിൽ കൃത്യമായ ആസൂത്രണത്തോടുകൂടി പ്രവർത്തിക്കുന്നവരാണ് കേരളത്തിലെ മുസ്ലിങ്ങളെങ്കിൽ അതിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായി ഇന്നും അജ്ഞതയുടെയും അന്ധകാരത്തിന്റെയും പടുകുഴിയിൽ ജീവിക്കുന്ന ഒരു സമൂഹത്തെയാണ് ഉത്തരേന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ചരിത്രപരമായ മറ്റൊരു പ്രത്യേകത കൂടി നാം മനസ്സിലാക്കണം.
ഇന്ത്യ രാജ്യത്തെ ഇതര മുസ്ലിങ്ങൾക്ക് കേരളത്തിലെ മുസ്ലിം സമൂഹവുമായുള്ള ഒരു വ്യത്യാസം കൂടിയുണ്ട്. ആ വ്യത്യാസം കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾ പലപ്പോഴും ഒരുപാട് ഭരണാധികാരികളുടെ മുസ്ലിം ഭരണാധികാരികളുടെ കീഴിൽ ജീവിച്ചവരാണ് എന്നതാണ്. മുഗളന്മാരുടെയും ഗോറിമാരുടെയും ഗസ്നിമാരുടെയും സുൽത്താൻമാരുടെയും ഷാമാരുടെയും ടിപ്പു സുൽത്താന്റെയും ഹൈദരലിയുടെയും എന്നിങ്ങനെ തുടങ്ങി ഇന്ത്യ ചരിത്രത്തിൽ അറിയപ്പെടുന്ന ഒരുപാട് രാജാക്കന്മാരുടെ ഭരണാധികാരികളുടെ ചക്രവർത്തിമാരുടെ കീഴിൽ ജീവിച്ചവരായിരുന്നു കേരളത്തിന് പുറത്തുള്ള മുസ്ലിങ്ങൾ. എന്നിട്ടും എന്തുകൊണ്ടാണ് ഒരു ഭരണാധികാരിയുടെ, ഒരു രാജാവിന്റെ, ഒരു ചക്രവർത്തിയുടെ കീഴിൽ ജീവിക്കാത്ത കേരളത്തിലെ മുസ്ലിങ്ങൾ നേടിയെടുത്ത വൈജ്ഞാനികവും ബുദ്ധിപരവുമായ പുരോഗതി അവിടെ നേടാൻ കഴിഞ്ഞില്ല എന്ന ചോദ്യത്തിന്റെ ഉത്തരമാണ് ഇസ്ലാഹി പ്രസ്ഥാനം. കേരളത്തിന് പുറത്ത് രാജാക്കന്മാരുണ്ടായിട്ടുണ്ട്, ചക്രവർത്തിമാരുണ്ടായിട്ടുണ്ട്, ഭരണാധികാരികൾ ഉണ്ടായിട്ടുണ്ട്. ആ രാജാക്കന്മാരുടെയും ചക്രവർത്തിമാരുടെയും സുൽത്താൻമാരുടെയും ഒക്കെ ഭരണത്തിന്റെ അടയാളങ്ങൾ അവശേഷിപ്പിക്കുന്ന നയന മനോഹരമായ കാഴ്ചകൾ ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് കാണാം. ഹൈദരാബാദിൽ ചാർമിനാറുണ്ട്, ആഗ്രയിൽ താജ്മഹലുണ്ട്, ഡൽഹിയിൽ കുത്തബ് മിനാറുണ്ട്, ചെങ്കോട്ടയുണ്ട്, അതിനപ്പുറത്ത് ഫത്തേപൂർ സിക്രിയുണ്ട്, രാഷ്ട്രപതി ഭവനിൽ നിന്ന് സുഗന്ധം പൊഴിച്ചുകൊണ്ടിരിക്കുന്ന മുഗൾ ഗാർഡനുണ്ട്. ഇങ്ങനെ ഒരുപാട് കാഴ്ചകൾ ഇന്ത്യയുടെ പുറത്ത് നമുക്ക് കാണാൻ കഴിയും. എന്നാൽ കേരളത്തിൽ അങ്ങനെ ഒരു രാജാധികാരത്തിന്റെ, ഭരണാധികാരത്തിന്റെ അവശിഷ്ടമില്ല. നേരെ മറിച്ച് ഇവിടെ നമുക്ക് കാണാൻ കഴിയുന്നത് ലോകത്തിന്റെ മുമ്പിൽ അഭിമാനത്തോടുകൂടി ഞങ്ങൾ കേരളത്തിലെ മുസ്ലിങ്ങളാണ് എന്ന് പറഞ്ഞുകൊണ്ട് എഴുന്നേറ്റ് നിൽക്കുവാൻ കഴിയുന്ന, അവരുടെ തലയെടുപ്പിന് കുത്തബ് മിനാറിനേക്കാൾ ഉയരമുണ്ട്, അവരുടെ ജീവിതചര്യ താജ്മഹലിനേക്കാൾ അത്ഭുതകരമാണ്, അവരിൽ നിന്ന് ഉയർന്നു വരുന്ന സംസ്കാരം മുഗൾ ഗാർഡനിൽ നിന്ന് ഉയർന്നു വരുന്ന പുഷ്പങ്ങളുടെ സുഗന്ധങ്ങളെക്കാൾ മഹത്തരമാണ്. അത്തരമൊരു മഹത്തായ മുസ്ലിം സമൂഹം കേരളത്തിൽ സൃഷ്ടിക്കപ്പെട്ടു. അതിന് പിന്നിൽ പ്രവർത്തിച്ചത് ഒരു ചക്രവർത്തിയല്ല, ഒരു ഭരണാധികാരിയല്ല, ഒരു രാജാവല്ല. മറിച്ച് അതിന് പിന്നിൽ പ്രവർത്തിച്ചത് സനാഉല്ലാ മക്തി തങ്ങളെ പോലെ, വക്കം അബ്ദുൽ ഖാദർ മൗലവിയെ പോലെ, ഷേഖ് അഹമ്മദാനി തങ്ങളെ പോലെ, KM മൗലവിയെ പോലെ, KM സീതി സാഹിബിനെ പോലെ, CH മുഹമ്മദ് കോയ സാഹിബിനെ പോലെ, ഈ മൊയ്ദ് മൗലവിയെ പോലെ, മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെ പോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ മുന്നിൽ നിന്നുകൊണ്ട് കേരളീയ മുസ്ലിം സമൂഹത്തെ വിവിധ മേഖലകളിൽ നയിച്ച പണ്ഡിതന്മാരും നേതാക്കന്മാരുമാണ് എന്ന് നമുക്ക് കാണാൻ കഴിയും. എങ്ങനെയാണ് വിദ്യാഭ്യാസ പുരോഗതി ഉണ്ടായത്? തെക്കൻ കേരളത്തിൽ നിന്നുകൊണ്ട് വളരെ കൃത്യമായി നമുക്കത് മനസ്സിലാക്കുവാൻ കഴിയും. എന്തുകൊണ്ട് മലബാറിനേക്കാൾ വിദ്യാഭ്യാസ പുരോഗതി തെക്കൻ കേരളത്തിൽ ഉണ്ടായി? ഈ തിരുവനന്തപുരം ജില്ലയിൽ സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച ഒരുപാട് മുസ്ലിം സ്ത്രീകളെ നമുക്ക് കാണുവാൻ കഴിയും. മലപ്പുറത്തും കോഴിക്കോടും നിങ്ങളൊന്ന് പോയി അന്വേഷിച്ചു നോക്കൂ. സർക്കാർ സർവീസിൽ നിന്ന് വിരമിച്ച എത്ര സ്ത്രീകളുണ്ട് എന്ന് വളരെ വിരളമായി മാത്രമേ കാണാൻ കഴിയുള്ളൂ. ഇന്ന് സർവീസിലുള്ളവരുണ്ട്. ഇനി അഥവാ എവിടെയെങ്കിലും അത്തരം സ്ത്രീകളെ കാണുവാൻ കഴിയുന്നുവെങ്കിൽ ആ പ്രദേശം ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പ്രവർത്തനം 920-കൾ മുതൽ ആരംഭിച്ച പ്രദേശങ്ങളായിരിക്കും എന്നുകൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എങ്ങനെയാണ് ഈ ഒരു പുരോഗതി ഉണ്ടായത്? എങ്ങനെയാണ് ഈ ഒരു മാറ്റം കേരളത്തിൽ ഉണ്ടായത്? വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങി വെച്ച വിദ്യാഭ്യാസ വിപ്ലവം അത് തെക്കൻ കേരളത്തിലാണ് ആദ്യമായി പ്രചരിച്ചത് എന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. അവിടെ നിന്ന് അങ്ങോട്ടുണ്ടായ പുരോഗതി, ആ പുരോഗതിക്ക് പിന്നീട് രാഷ്ട്രീയ മാനം കൂടി കൈവന്നു. കേരളത്തിലെ മുസ്ലിങ്ങൾ ദേശീയ പ്രസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടു. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസുമായി സ്വാതന്ത്ര്യ സമരകാലത്ത് തന്നെ മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിനെയും ഈ മൊയ്ദ് മൗലവിയെയും കട്ടലശ്ശേരി മുഹമ്മദ് മൗലവിയെയും പോലെയുള്ള ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാർ ബന്ധപ്പെട്ടു. സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുക്കുന്നതും സ്വാതന്ത്ര്യ സമരത്തിന്റെ ഭാഗമാകുന്നതും ബ്രിട്ടീഷുകാർക്കെതിരെ പോരാടുന്നതുമൊക്കെ മതപരമായി വിലക്കപ്പെട്ടതാണ് എന്ന് വിശ്വസിച്ച ഒരു സമൂഹം ജീവിച്ചിരുന്ന ഒരു കാലഘട്ടത്തിലാണ് ദേശീയ ബോധത്തിന്റെ പതാക ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഈ നേതാക്കന്മാർ ഈ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടുകയും പ്രവർത്തിക്കുകയും ചെയ്തത്. പിന്നീട് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടപ്പോഴും സ്വാതന്ത്ര്യത്തിന് ശേഷം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് രൂപീകരിക്കപ്പെട്ടപ്പോഴും
അതിന്റെ മുൻനിരയിൽ കെ എം മൗലവിയെ പോലെ, കെ എം സീതി സാഹിബിനെ പോലെ, ഉമർ മൗലവിയെ പോലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ ധീരരായ പണ്ഡിതന്മാരെ നമുക്ക് കാണുവാൻ കഴിയും. ആ ഒരു രാഷ്ട്രീയ ബോധമാണ് കേരളത്തെ മുന്നോട്ട് നയിച്ചത്. ആ രാഷ്ട്രീയ ബോധത്തിൽ നിന്നാണ് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഉയർന്നു വന്നത്. ആ ഒരു രാഷ്ട്രീയ ബോധത്തിൽ നിന്നാണ് കെട്ടുറപ്പുള്ള ഒരു സമൂഹമായി, സമുദായമായി കേരളത്തിലെ മുസ്ലിങ്ങൾക്ക് മാറുവാൻ കഴിഞ്ഞത്. ഞാൻ പറഞ്ഞു വരുന്നത് ഇന്ത്യ രാജ്യത്തെ ഇതര മുസ്ലിങ്ങളിൽ നിന്ന് അല്ല, ലോകത്ത് പെട്രോ ഡോളറിന്റെയും അതേപോലെ തന്നെ സ്വർണ്ണ ഖനികളുടെയും ഉടമസ്ഥന്മാരായി ജീവിക്കുന്ന മുസ്ലിം രാജ്യങ്ങളിലെ മുസ്ലിങ്ങളെ പോലും അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു മാറ്റം കേരളത്തിലെ മുസ്ലിങ്ങൾക്കുണ്ടായത് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ സാന്നിധ്യം കൊണ്ടാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ആ ചരിത്രത്തെ മറച്ചു വെക്കാൻ ആര് ശ്രമിച്ചാലും കഴിയില്ല. മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആളുകൾ സ്വീകരിക്കുന്ന ആദർശം, സലഫി ആദർശം, അത് ഭീകരതയുടെ ആദർശമാണ് എന്ന് പ്രചരിപ്പിക്കുന്നവരുണ്ട്. സലഫി ആദർശം ആണ് ഈ സമൂഹത്തിൽ ഭീകരതയുണ്ടാക്കുന്നത് എന്ന് പറയുന്നവരെ നമുക്ക് കാണുവാൻ കഴിയും. യഥാർത്ഥത്തിൽ എന്താണ് സലഫി, എന്താണ് സലഫിയത്ത് എന്നറിയാത്ത, ആരാണ് സലഫുകൾ എന്നറിയാത്ത, ആരാണ് സലഫികൾ എന്നറിയാത്ത ആളുകളാണ് ഈ ആരോപണങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. മുജാഹിദ് പ്രസ്ഥാനം മാത്രമല്ല, ലോകത്ത് എവിടെയൊക്കെ സലഫി ആദർശം അംഗീകരിച്ചുകൊണ്ട് പണ്ഡിതന്മാരും പ്രബോധകന്മാരും ജീവിക്കുന്നുവോ അവരെല്ലാവരും ഒന്നാമത്തെ ദിവസം മുതൽ തീവ്രവാദം രൂപപ്പെടുന്ന ഏതൊക്കെ ഘട്ടങ്ങളുണ്ടോ ആ ഘട്ടങ്ങളിൽ മുഴുവൻ അതിനെതിരെ അതിശക്തമായി ഈ സമൂഹത്തെ ബോധവൽക്കരിച്ചതും ബോധ്യപ്പെടുത്തിയതും നമുക്ക് കാണാൻ കഴിയും. കേരളത്തിന്റെ ചരിത്രവും വ്യത്യസ്തമായിരുന്നില്ല. തീവ്രവാദത്തിന്റെ മുളകൾ, ഭീകരവാദത്തിന്റെ മുളകൾ, ഈ സമൂഹത്തിൽ നിലനിൽക്കുന്ന മതസൗഹാർദ്ദം തകർക്കുവാനുള്ള ശ്രമങ്ങൾ എവിടെയൊക്കെ, എപ്പോഴൊക്കെ, ഏതൊക്കെ ഘട്ടങ്ങളിൽ ആരുടെയൊക്കെ പിന്തുണയോടുകൂടി രൂപപ്പെട്ടിട്ടുണ്ടോ അത്തരം ഘട്ടങ്ങളിൽ മുഴുവൻ അരുതെന്ന് പറയുവാനും കൈപിടിക്കുവാനും ഇതിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് ബോധ്യപ്പെടുത്തുവാനും ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ നേതാക്കന്മാരും പണ്ഡിതന്മാരും പ്രബോധകന്മാരുമാണ് മുന്നിലുണ്ടായിരുന്നത് എന്ന് കേരളത്തിന്റെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയും. എന്തുകൊണ്ടാണ് ഇത് സാധിച്ചത്? ഇത് ഒരു പ്രത്യേക സാഹചര്യത്തിൽ രൂപപ്പെട്ടു വരുന്ന കാര്യമല്ല. എന്തുകൊണ്ടാണ് ലോകത്തെവിടെയും ജീവിക്കുന്ന സലഫികൾക്ക് ഇതിന് കഴിയുന്നത്? IS രൂപപ്പെടുമ്പോഴായാലും, അൽ ഖായിദ രൂപപ്പെടുമ്പോഴായാലും, ഇഖ്വാനുൽ മുസ്ലിമീൻ രൂപപ്പെടുമ്പോഴായാലും, ഇതേപോലെയുള്ള ഏത് തരത്തിലുള്ള ചിന്താഗതികൾ രൂപപ്പെടുമ്പോഴായാലും അതിന് ഇസ്ലാമുമായി ബന്ധമില്ല എന്ന് സലഫി ലോകത്തിന് വിളിച്ചു പറയാൻ കഴിയുന്നത് വിശുദ്ധ ഖുർആനിന്റെയും തിരുസുന്നത്തിന്റെയും അടിസ്ഥാനത്തിലാണ് നയനിലപാടുകൾ രൂപീകരിക്കപ്പെടുന്നത് എന്നതുകൊണ്ടാണ്. കേരളത്തിലെ മുസ്ലിം സമൂഹത്തിലും ഇസ്ലാഹി പ്രസ്ഥാനം ചെയ്ത ഒന്നാമത്തെ ഉത്തരവാദിത്തം അതായിരുന്നു. നമ്മളുടെ ജീവിതം നാം തോന്നിയതുപോലെ ജീവിച്ചു തീർക്കേണ്ടതല്ല. മതം എന്ന് പറയുന്നത് ഓരോരുത്തർക്ക് തോന്നിയതുപോലെ ജീവിക്കാനുള്ളതല്ല. മറിച്ച് കൃത്യമായ ചട്ടക്കൂട്ടിൽ ഒതുങ്ങി നിന്നുകൊണ്ട് കൃത്യമായ പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലാണ് മതത്തെ മനസ്സിലാക്കേണ്ടത് എന്ന് മുജാഹിദ് പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചു. അതിനൊന്നാമതായി ചെയ്തത് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയായിരുന്നു. വിശുദ്ധ ഖുർആനിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിച്ചു. ഇന്ന് ഒരു പക്ഷേ ഇത് കേൾക്കുമ്പോൾ വിശുദ്ധ ഖുർആനിലേക്ക് ഈ സമൂഹത്തെ ക്ഷണിച്ചു എന്ന് പറയുമ്പോൾ, വിശുദ്ധ ഖുർആൻ ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു എന്ന് പറയുമ്പോൾ, വിശുദ്ധ ഖുർആൻ പഠിക്കുവാനുള്ള സംവിധാനങ്ങൾ ഈ നാട്ടിൽ രൂപപ്പെടുത്തി എന്ന് പറയുമ്പോൾ പുതിയ തലമുറയ്ക്ക് അത്ഭുതം തോന്നിയേക്കാം. എന്നാൽ ആ കാലം ഖുർആൻ പഠിക്കാൻ പാടില്ലെന്ന് പറയുന്ന കാലമായിരുന്നു. ഖുർആനിന്റെ അർത്ഥം പഠിക്കാൻ പാടില്ല എന്ന് പണ്ഡിതന്മാർ പ്രസംഗിച്ച് നടക്കുന്ന കാലമായിരുന്നു. ഒരു മുസ്ലിം കാണാതെ പഠിക്കേണ്ടത് സൂറത്തുൽ ഫാത്തിഹ മാത്രമാണെന്നും അതിന്റെ പോലും അർത്ഥം നമ്മൾ പഠിക്കേണ്ടതില്ലെന്നും 3 ആയത്തുകൾക്ക് തുടരെ അർത്ഥം പറയുന്നത് മതവിരുദ്ധമാണെന്നും വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്ന ഒരു വിഭാഗം പണ്ഡിതന്മാർ ജീവിച്ച കാലത്താണ് നാം ഖുർആൻ പഠിക്കേണ്ടതുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇസ്ലാഹി പ്രസ്ഥാനത്തിന്റെ പണ്ഡിതന്മാർ രംഗത്ത് വന്നത്. മലപ്പുറം ജില്ലയിലെ അരീക്കോടിനടുത്ത് മുത്തന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വളരെ വിവാദമായ പ്രമാദമായ ഒരു കേസ് നടക്കുകയുണ്ടായി. മുത്തന്നൂർ പള്ളി കേസ് എന്ന പേരിൽ കേരളത്തിന്റെ മതസമൂഹത്തിൽ രേഖപ്പെട്ട് കിടക്കുന്ന ചരിത്രമാണ് അതിനുള്ളത്. ഒരു മനുഷ്യൻ മുത്തന്നൂരിലെ ഒരു പാവപ്പെട്ട മല്ലാക്ക മരണപ്പെടുന്നു. അയാളുടെ മയ്യത്ത് പള്ളിപ്പറമ്പിൽ മറവ് ചെയ്യില്ല എന്ന് പള്ളി കമ്മിറ്റിക്കാർ വാശി പിടിക്കുന്നു.
മയ്യത്തുമായി ബന്ധുക്കൾ പള്ളിപ്പറമ്പിലെത്തുന്നു. കമ്മിറ്റിക്കാർ തടഞ്ഞു വെച്ചതോടുകൂടി മയ്യത്ത് അവിടെ വെച്ച് ബന്ധുക്കൾ തിരിച്ചു പോകുന്നു. ഈ പള്ളി കമ്മിറ്റിയുടെ ആളുകൾ ആ മയ്യത്തെടുത്ത് വീണ്ടും വീട്ടിൽ കൊണ്ടുപോയി വെക്കുന്നു. ബന്ധുക്കൾ അത് വീണ്ടും എടുത്ത് പള്ളിപ്പറമ്പിലേക്ക് കൊണ്ടുവരുന്നു. ഇങ്ങനെ ഒരു സംഭവം ലോക ചരിത്രത്തിൽ എവിടെയും ഉണ്ടാവില്ല. എന്തായിരുന്നു പാവപ്പെട്ട മല്ലാക്ക ചെയ്ത തെറ്റെന്നറിയുമോ? ആ നാട്ടിലെ ഏതെങ്കിലും ഒരു പെൺകുട്ടിയെ പാതിരാത്രിയിൽ അകത്ത് കയറി അദ്ദേഹം ബലാത്സംഗം ചെയ്ത് കൊന്നതായിരുന്നില്ല. ഏതെങ്കിലും ഒരു കട കുത്തി തുറന്ന് ആ കടയിലുള്ള സാധനങ്ങൾ നശിപ്പിക്കുകയോ കൊള്ളയടിക്കുകയോ ചെയ്തതായിരുന്നില്ല. ആ നാട്ടിലെ മുഴുവൻ ആളുകൾക്കും അസ്വസ്ഥതയുണ്ടാക്കുന്ന തരത്തിൽ സാമൂഹ്യ ജീർണതകൾക്ക് അടിമയാവുകയും ആ നാട്ടിൽ ലഹരിയും മയക്കുമരുന്നുകളും പ്രചരിപ്പിക്കുകയും ചെയ്തതായിരുന്നില്ല. മറിച്ച് ആ മനുഷ്യൻ ചെയ്ത തെറ്റ് വിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുന്ന ക്ലാസുകളിൽ പങ്കെടുക്കുകയും അതിൽ പങ്കെടുക്കുവാൻ ആ നാട്ടിലുള്ള മുസ്ലിങ്ങളെ പ്രേരിപ്പിക്കുകയും ചെയ്തു എന്നതായിരുന്നു. അവിടെ നിന്നാണ് ഈ മാറ്റമുണ്ടായത്. അവിടെ നിന്നാണ് ഈ പുരോഗതി ഉണ്ടാകുന്നത്. അവിടെ നിന്നാണ് ഖുർആൻ ക്ലാസുകളും ഖുർആൻ സ്റ്റഡി സെന്ററുകളും ഖുർആൻ പഠന കോഴ്സുകളും ഓൺലൈൻ ഖുർആൻ പഠന സേവനങ്ങളും ഒക്കെയുള്ള ഒരു കേരളത്തിലേക്ക് നാം രൂപപ്പെട്ടു വരുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഈ ഒരു പ്രമാണം പഠിപ്പിച്ചു. സ്വാഭാവികമായും ആ പ്രമാണം പഠിപ്പിക്കുമ്പോൾ ഏറ്റവും പ്രധാനമായി ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശമാണ് ഒന്നാമതായി മുജാഹിദുകൾ പഠിപ്പിച്ചത്. കേരളത്തിലെ ഇസ്ലാഹി പ്രസ്ഥാനത്തിന്, കേരള നദ്വത്തുൽ മുജാഹിദീന് വ്യത്യസ്തമായ ഒരു ആദർശം പറയാനുണ്ടായിരുന്നില്ല. പുതിയൊരു സിദ്ധാന്തമുണ്ടാക്കി, പുതിയ എന്തെങ്കിലും ഒരു കണ്ടുപിടുത്തം നടത്തി, പുതിയൊരു നയമോ പോളിസിയോ ഈ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കേണ്ടതുണ്ടായിരുന്നില്ല. മറിച്ച് മുജാഹിദുകൾ നിർവഹിച്ച ഉത്തരവാദിത്തം ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ അമ്പിയാക്കളും നിർവഹിച്ച ഉത്തരവാദിത്തമാണ്. വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂലിൻ ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വമാ അർസൽനാ മിൻ ഖബ്ലിക മിർ റസൂൽ, താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം നിയോഗിച്ചിട്ടില്ല. ഒരു ദൂതനെയും താങ്കൾക്ക് മുമ്പ് നാം നിയോഗിച്ചിട്ടില്ല. ഇല്ലാ നൂഹി ഇലൈഹി അന്നഹു ലാ ഇലാഹ ഇല്ലാ അന ഫഅബ്ദൂൻ, ആരാധനക്കർഹനായി ഞാനല്ലാതെ മറ്റാരുമില്ലെന്നും അതുകൊണ്ട് എന്നെ ആരാധിക്കണമെന്നുമുള്ള മഹത്തായ സന്ദേശവുമായിട്ടല്ലാതെ താങ്കൾക്ക് മുമ്പ് ഒരു ദൂതനെയും നാം അയച്ചിട്ടില്ല എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. ഈ ആദർശം ഇവിടെ പറയാൻ ആരാണ് ഉണ്ടായിരുന്നത്? ഈ ആദർശം ഇവിടെ ജനങ്ങളെ പഠിപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്ത് നിയോഗിച്ച മുഴുവൻ അമ്പിയാവും പഠിപ്പിച്ച ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന മഹത്തായ ആദർശം ഈ സമൂഹത്തിൽ പഠിപ്പിക്കാൻ മുജാഹിദുകൾ മാത്രമാണ് ഉണ്ടായിരുന്നത്. എന്തുകൊണ്ട് ഇത് പഠിപ്പിക്കേണ്ടി വന്നു? ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയാത്തത് കൊണ്ടായിരുന്നില്ല, ലാ ഇലാഹ ഇല്ലല്ലാഹ് കേൾക്കാത്തത് കൊണ്ടായിരുന്നില്ല, അല്ലാഹുവിനെ അറിയാത്തത് കൊണ്ടായിരുന്നില്ല, അല്ലാഹുവിനെ കുറിച്ച് പഠിക്കാത്തത് കൊണ്ടായിരുന്നില്ല. അല്ലാഹുവിനെ കുറിച്ച് അറിയുമായിരുന്ന, അല്ലാഹുവിനെ കുറിച്ച് കേട്ട, അല്ലാഹുവിനെ കുറിച്ച് പഠിച്ച എന്ന് മാത്രമല്ല വേണ്ടിടത്തും വേണ്ടാത്തിടത്തുമൊക്കെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊണ്ടിരുന്ന ഒരു സമുദായം, ആ സമുദായത്തിന്റെ മുന്നിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ടാണ് ഇസ്ലാഹി പ്രസ്ഥാനം ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം പഠിപ്പിച്ചത്. എന്തുകൊണ്ട്? ഒരു സാധാരണക്കാരനോട് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുവോ എന്ന് ചോദിച്ചാൽ അതെ എന്ന് പറയുന്ന ഒരു സാധാരണക്കാരനായ മുസ്ലിമിനോട് എന്താണ് നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു എന്നതിനുള്ള തെളിവ് എന്ന് ചോദിച്ചാൽ അവർക്ക് പറയാനുള്ള മറുപടി എന്തായിരിക്കും എന്ന് നമ്മൾ ആലോചിച്ചു നോക്കുക. നമ്മൾ ചോദിക്കുന്നു, നമ്മുടെ നാട്ടിൽ മുസ്ലിങ്ങളായി ജീവിക്കുന്ന നമ്മുടെ സഹോദരങ്ങളോട്, നമ്മുടെ അയൽവാസികളോട്, മുസ്ലിങ്ങളായി ജീവിച്ചുകൊണ്ട് തന്നെ ജാറങ്ങളിലേക്കും നേർച്ച സ്ഥലങ്ങളിലേക്കും പോവുകയും മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടുകയും നേർച്ചകളും മുറൂസുകളും നടത്തിക്കുകയും അതിൽ പങ്കാളികളാവുകയും രോഗശമനത്തിന് വേണ്ടി സിദ്ധന്മാരുടെയും ബീവിമാരുടെയും തങ്ങന്മാരുടെയും വീട്ടുവടിക്കൽ പോയി അഭിമാനവും സമ്പത്തും പണയം വെക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ പാവപ്പെട്ട സമുദായത്തിലുള്ള അംഗങ്ങളോട് ചോദിച്ചു നോക്കുക, പ്രിയപ്പെട്ട സഹോദര, പ്രിയപ്പെട്ട സഹോദരി, നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നുവോ? അതെ എന്നാണ് മറുപടി പറയുക. എങ്കിൽ എന്താണ്
നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നു എന്നതിനുള്ള തെളിവ്? പറയുന്ന മറുപടി, അള്ളാഹു ഒരുവനാണെന്ന് ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹുവാണ് ഈ ലോകത്തെ സൃഷ്ടിച്ചത് എന്ന് ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹുവാണ് ഈ ലോകത്തെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹുവാണ് എല്ലാ കഴിവുകളുടെയും ഉടമസ്ഥൻ എന്ന് ഞാൻ അംഗീകരിക്കുന്നു, അള്ളാഹു കൊടുക്കാത്ത ഒരു കഴിവും ആർക്കുമില്ല എന്ന് ഞാൻ അംഗീകരിക്കുന്നു. ഇതൊക്കെ കൊണ്ടാണ് ഞാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവനാണ് എന്ന് പറയുന്നത് എന്നായിരിക്കും നമ്മുടെ സമൂഹത്തിലുള്ള ആളുകൾ പറയുന്ന മറുപടി. ഇവിടെയാണ് നാം ആലോചിക്കേണ്ട ഒരു കാര്യം. ഇത്തരം അംഗീകാരങ്ങൾ കൊണ്ട്, ഇത്തരം വിശ്വാസങ്ങൾ കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചു എന്ന് പറയാൻ കഴിയുമോ? ഇത്തരം അംഗീകാരങ്ങൾ കൊണ്ട് മാത്രം ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനാണ് എന്ന് പറയാൻ കഴിയുമോ? അങ്ങനെയാണെങ്കിൽ വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ വിശദീകരിച്ചു തരുന്ന ഒരു കാര്യമുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിലൂടെ പഠിപ്പിക്കുന്നു, വലഇൻ സഅൽതഹും മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ ലയഖൂലുന്ന അല്ലാഹ്. നബിയെ ചോദിച്ചു നോക്കുക, ആരോട്? ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞതിന്റെ പേരിൽ താങ്കളെ കല്ലെറിയുന്നവരുണ്ടല്ലോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചതിന്റെ പേരിൽ, താങ്കൾ പറയുന്ന ലാ ഇലാഹ ഇല്ലല്ലാഹിൽ വിശ്വസിച്ചു എന്നതിന്റെ പേരിൽ ഇരുമ്പ് ചീർപ്പുകൾ കൊണ്ട് ശരീരത്തിലെ മാംസഭാഗങ്ങൾ മുറിച്ചെടുത്ത് ആളുകളെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന അക്രമത്തിന് നേതൃത്വം നൽകുന്നവരുണ്ടല്ലോ. അമ്മാർ കുടുംബത്തെ, യാസിർ കുടുംബത്തെ അതിനിഷ്ഠൂരമായ രൂപത്തിൽ പീഡിപ്പിക്കുകയും പലരെയും കൊല ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുന്നവരുണ്ടല്ലോ. അവരോട് ചോദിക്കുക, മൻ ഖലഖസ് സമാവാതി വൽ അർദ് വസഖറ അശ്-ശംസ വൽ ഖമർ. ആരാ ആകാശം ഉണ്ടാക്കിയത്? ആരാ ഭൂമി ഉണ്ടാക്കിയത്? ആരാ സൂര്യചന്ദ്രന്മാരെ നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന് നബിയെ നിങ്ങൾ അവരോട് ചോദിച്ചാൽ ലയഖൂലുന്നല്ലാഹ്, അവർ പറയും അല്ലാഹുവാണ് എന്ന്. ലാത്തയാണെന്നല്ല, ഉസ്സയാണെന്നല്ല, മനാത്തയാണെന്നല്ല, ഇബ്രാഹിം നബിയാണെന്നല്ല, ഈസാ നബിയാണെന്നല്ല, മൂസാ നബിയാണെന്നല്ല. ഇതൊക്കെ സൃഷ്ടിക്കുകയും രൂപപ്പെടുത്തുകയും ചെയ്തത് സർവലോക രക്ഷിതാവായ അല്ലാഹുവാണെന്നവർ പറയും. തീർന്നില്ല. കഅബയുടെ അരികിലേക്ക് ആരാധനയ്ക്ക് വേണ്ടി വരുന്ന മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ വിളിച്ചു പറയുന്ന വചനം ഇമാം മുസ്ലിം ഉദ്ധരിക്കുന്ന ഹദീസിൽ നമുക്ക് കാണാൻ കഴിയും. ലബ്ബൈക ലാ ശരീക ലക്, ലബ്ബൈക ലാ ശരീക ലക്. ഹജ്ജ് വേളകളിൽ നമ്മളുടെയൊക്കെ മനസ്സിനെ പിടിച്ചു കുലുക്കുന്ന തലത്തിൽ ലോകത്തിന്റെ മുക്കുമൂലകളിൽ നിന്ന് കടന്നു വരുന്ന ഹാജിമാർ ഉറക്കെ വിളിച്ചു പറയുന്ന മന്ത്രം ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക. അല്ലാഹുവേ, നിനക്ക് യാതൊരു പങ്കാളിയും ഇല്ല, നിനക്ക് യാതൊരു പങ്കാളിയും ഇല്ല. ആരാ പറയുന്നത്? അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു അല്ല, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു അല്ല, ഇസ്ലാം സ്വീകരിച്ച മറ്റേതെങ്കിലും സ്വഹാബികളല്ല. അവർ പറയുന്നതോടൊപ്പം, അവരത് മനസ്സിൽ പ്രഖ്യാപിക്കുന്നതോടൊപ്പം, അവരത് വിളിച്ചു പറയുന്നതോടൊപ്പം ആ ആളുകളുടെ അബൂബക്കറിന്റെ, ഉമറിന്റെ, ഉസ്മാന്റെ, അലിയുടെ, സ്വഹാബിമാരുടെ, റസൂലിന്റെ വിശ്വാസം തെറ്റാണെന്നും ആ വിശ്വാസം ഞങ്ങൾ അംഗീകരിക്കുകയില്ലെന്നും ആ വിശ്വാസം ഇവിടെ പ്രഖ്യാപിച്ചാൽ ഇവിടെ ജീവിക്കുവാൻ നിങ്ങൾ അനുവദിക്കുകയില്ലെന്നും നിങ്ങളുടെ ജീവൻ ഞങ്ങൾ കവർന്നെടുക്കുമെന്നും നിങ്ങളെ ഞങ്ങൾ നാടുകടത്തുമെന്നും നിങ്ങളെ ഞങ്ങൾ ആക്രമിക്കുമെന്നും നിങ്ങളെ ഞങ്ങൾ കൊലപ്പെടുത്തുമെന്നും പ്രഖ്യാപിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ് വിളിച്ചു പറയുന്നത് ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, നിനക്ക് യാതൊരു പങ്കാളിയും ഇല്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം ഇത് കേൾക്കുകയാണ്. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നു, ഖദിൻ ഖദിൻ, അവിടെ നിർത്തിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. ആ വചനം അവരവിടെ അവസാനിപ്പിച്ചിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു. അവരവസാനിപ്പിച്ചില്ല. അവർ തുടർന്ന് പറഞ്ഞത് ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക് എന്നായിരുന്നു. ഇല്ലാ ശരീകൻ ഹുവ ലക തംലികുഹു വമാ മലക്, ഒരു പങ്കാളിയല്ലാതെ ആ പങ്കാളിയും ആ പങ്കാളിക്ക് എന്തൊക്കെ കഴിവുകളുണ്ടോ ആ കഴിവുകൾ മുഴുവനും നിനക്കുള്ളതാകുന്നു റബ്ബേ എന്ന് അള്ളാഹുവിന്റെ മുമ്പിൽ വിളിച്ചു പറയുകയാണ് ആളുകൾ. ആലോചിച്ചു നോക്കൂ നാം. അവരോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം എന്താ പറഞ്ഞത്? ഇത് പറയാനാണ് ഞാൻ വന്നത് എന്നല്ല, ഇത് പഠിപ്പിക്കാനാണ് ഞാൻ വന്നത് എന്നല്ല. നിങ്ങൾ അള്ളാഹുവിനെ അംഗീകരിക്കുന്നുണ്ടല്ലോ, നിങ്ങൾ അള്ളാഹുവിൽ വിശ്വസിക്കുന്നുണ്ടല്ലോ
എല്ലാ കഴിവുകളും അള്ളാഹുവിൻ്റെതാണെന്ന് നിങ്ങൾ സമ്മതിക്കുന്നുണ്ടല്ലോ. ശരി, ഇനി ഈ വിഗ്രഹങ്ങളൊന്ന് മാറ്റിവെച്ചാൽ മാത്രം മതി, ഈ ലാത്തയുടെ ഉസ്സയുടെ മനാത്തയുടെ ബിംബങ്ങളൊന്ന് മാറ്റിവെച്ചാൽ മാത്രം മതി, മറ്റ് തർക്കങ്ങൾ നമ്മൾ തമ്മിലില്ല എന്നല്ല നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരോട് പറഞ്ഞത്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം എന്നാണ്. നിങ്ങൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കണം എന്നാണ്. അതുകൊണ്ടാണല്ലോ മക്കയിലെ ബഹുദൈവ വിശ്വാസികൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ചോദിച്ചതായി വിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുന്ന ഒരു വചനം നമുക്ക് കാണാം. വാജിബു അൻജാഅഹും മുൻദിറും മിൻഹും വഖാലൽ കാഫിറൂന ഹാദാ സാഹിറുൻ കദ്ദാബ് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ ഇന്ന ഹാദാ ലശൈഉൻ ഉജാബ്. അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. ആരാധ്യരായ ഒരുപാട് ശക്തികളെ ഒരൊറ്റ ആരാധ്യനാക്കി മാറ്റുകയാണോ മുഹമ്മദ്? ഒരുപാട് സൃഷ്ടാക്കൾ ഉണ്ടായിരിക്കെ അതൊക്കെ ഒരൊറ്റ സൃഷ്ടാവാണെന്ന് പറയുകയാണോ മുഹമ്മദ് എന്നല്ല അവർ ചോദിച്ചത്. നമ്മൾ ഇതുവരെ വിശ്വസിച്ചത് ഒരുപാട് സൃഷ്ടാക്കളുണ്ട് എന്നല്ലേ. ഒരുപാട് ഇതിനെയൊക്കെ ഭൂമിയെ സൃഷ്ടിച്ചത് ഒരാള്, സൂര്യനെ സൃഷ്ടിച്ചത് വേറെ ഒരാള്, ചന്ദ്രനെ സൃഷ്ടിച്ചത് വേറെ ഒരാള്, മനുഷ്യനെ സൃഷ്ടിച്ചത് വേറെ ഒരു ശക്തി, ഇങ്ങനെ ഒരുപാട് ഖാലിഖുകളുണ്ട് എന്നല്ലേ നമ്മൾ വിശ്വസിച്ചത്. മുഹമ്മദ് ഇതാ വന്ന് ഒരൊറ്റ ഖാലിഖേ ഉള്ളൂ എന്ന് പറയുന്നു എന്നതായിരുന്നില്ല അവരുടെ പരാതി. ഇതുവരെ നമ്മൾ വിശ്വസിച്ചത് ഇത് പലതിനെയും പല ശക്തികളാണ് നിയന്ത്രിച്ചു കൊണ്ടിരിക്കുന്നത്. ചിലതിനെ ലാത്ത നിയന്ത്രിക്കുന്നു, ചിലതിനെ ഉസ്സ നിയന്ത്രിക്കുന്നു, ചിലതിനെ മനാത്ത് നിയന്ത്രിക്കുന്നു, ചിലതിനെ മറ്റു ചിലർ നിയന്ത്രിക്കുന്നു. ഇപ്പൊ ഇതാ മുഹമ്മദ് വന്നു ഒരൊറ്റ നിയന്താവേ ഉള്ളൂ എന്നാണല്ലോ പറയുന്നത് എന്നായിരുന്നില്ല അവരുടെ പരാതി. മറിച്ച് അജഅലൽ ആലിഹത ഇലാഹൻ വാഹിദ. നമ്മൾ ഇതുവരെ ഒരുപാട് ശക്തികൾക്ക് ആരാധനകൾ അർപ്പിച്ചില്ലേ? ആ ശക്തികളെ ആരാധന ഒരൊറ്റ ശക്തിക്ക് മാത്രമേ അർപ്പിക്കാൻ പാടുള്ളൂ. ഇതുവരെ ഒരുപാട് ആരാധ്യരുണ്ടായിരുന്നു നമുക്ക്. നമ്മുടെ ആരാധനകൾ പലർക്കും നമ്മൾ അർപ്പിച്ചിരുന്നു. ലാത്തക്കർപ്പിച്ചിരുന്നു, ഉസ്സക്കർപ്പിച്ചിരുന്നു, മനാത്തക്കർപ്പിച്ചിരുന്നു, ഇബ്രാഹിമിന് അർപ്പിച്ചിരുന്നു, മൂസക്കർപ്പിച്ചിരുന്നു, ഈസക്കർപ്പിച്ചിരുന്നു, നബിമാർക്കർപ്പിച്ചിരുന്നു, പുണ്യപുരുഷന്മാർക്കർപ്പിച്ചിരുന്നു. ഇങ്ങനെയൊക്കെ നമ്മൾ അർപ്പിച്ചു. ആ അർപ്പിച്ച ആരാധനകൾ മുഴുവൻ ഇലാഹൻ വാഹിദ, ഒരൊറ്റ ഇലാഹിനും മാത്രം സമർപ്പിക്കണം എന്നാണോ മുഹമ്മദ് പറയുന്നത് എന്നായിരുന്നു ഇവരുടെ ആരോപണം. ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറയുന്നതിന്റെ അർത്ഥം അതാണ്. സൃഷ്ടാവ് ഒന്നാണെന്ന് വിശ്വസിച്ചാൽ പോരാ, നിയന്താവ് ഒന്നാണെന്ന് വിശ്വസിച്ചാൽ പോരാ, കൈകാര്യകർത്താവ് ഒന്നാണെന്ന് വിശ്വസിച്ചാൽ പോരാ, മറിച്ച് ആ കൈകാര്യകർത്താവിന് മാത്രം ആരാധനയർപ്പിക്കുന്ന അവസ്ഥയുണ്ടാകണം. എന്താണ് ഈ ആരാധനയർപ്പിക്കൽ? നാം മനസ്സിലാക്കി. ഇതൊക്കെ അവർ വിശ്വസിച്ചു. എന്നിട്ടും അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു നിങ്ങൾ ആരാധിക്കണം. എന്താ ഈ ആരാധന? ആ ആരാധനയാണ് പ്രാർത്ഥന എന്ന് പറയുന്നത്. ഈ ആളുകളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനമായി സംഭവിച്ച വ്യതിയാനം അതായിരുന്നു. അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കുന്നതിന് പകരം അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയുണ്ടായി. അതുകൊണ്ട് തന്നെ വിശുദ്ധ ഖുർആൻ അതിന്റെ പൊള്ളത്തരമാണ് അവരുടെ മുമ്പിൽ വിശദീകരിച്ചു കൊടുത്തത്. ഒരു ഉദാഹരണം, വളരെ പെട്ടെന്ന് എല്ലാവർക്കും മനസ്സിലാകുന്ന ഒരു ഉദാഹരണം വിശുദ്ധ ഖുർആൻ നമുക്ക് മുമ്പിൽ വരച്ചു കാണിച്ചു തരുന്നുണ്ട്. യാ അയ്യുഹന്നാസ് ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു. യാ അയ്യുഹന്നാസ്, മനുഷ്യരെ, ളുരിബ മസലുൻ ഫസ്തമിഉ ലഹു. ഇതാ ഒരു ഉദാഹരണം പറയപ്പെട്ടിരിക്കുന്നു. ഫസ്തമിഉ ലഹു, നിങ്ങൾ അതൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. കേട്ടാൽ പോരാ, കേട്ടാൽ പോരാ. ഈ ഉദാഹരണം നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേൾക്കണം. എന്താ ഈ ഉദാഹരണം? ഇന്നല്ലദീന തദ്ഊന മിൻ ദൂനില്ലാഹി ലൻ യഖ്ലുഖൂ ദുബാബൻ വലൗ ഇജ്തമഉ ലഹു. അല്ലാഹുവിന് പുറമെ നിങ്ങൾ വിളിച്ചു തേടിക്കൊണ്ടിരിക്കുന്ന, പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികളുണ്ടല്ലോ. ലാത്തയെ വിളിക്കുന്നു നിങ്ങൾ, ഉസ്സയെ വിളിക്കുന്നു നിങ്ങൾ, അതേപോലെ മറ്റു പലരെയും വിളിക്കുന്നു നിങ്ങൾ. ഓരോ കാലത്തും ഓരോ ശക്തികളെ, പല ശക്തികളെ വിളിച്ചുകൊണ്ടിരിക്കുന്നു നിങ്ങൾ. അങ്ങനെ നിങ്ങൾ വിളിച്ചുകൊണ്ടിരിക്കുന്ന ശക്തികൾ അവരെല്ലാവരും ഒരുമിച്ച് കൂടിയാൽ പോലും ഒരു ഈച്ചയെ കൂടി സൃഷ്ടിക്കാൻ കഴിയില്ല. ഏതെങ്കിലും ഒരു ലാത്തയല്ല, ഒരു ഉസ്സയല്ല. ലോകത്ത് അല്ലാഹു അല്ലാതെ വിളിച്ചു തേടപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ദുആ ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന, ഇസ്തിഗാസ നടത്തപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഏതൊക്കെ ശക്തികളുണ്ടോ ആ ശക്തികൾ മുഴുവൻ ഒരുമിച്ച് കൂടിയാലും
ഒരു ഈച്ചയെ പോലും സൃഷ്ടിക്കുവാൻ കഴിയില്ല. ഇനി ഒരു ഈച്ച അവരിൽ നിന്ന് വല്ലതും തട്ടിയെടുത്തങ്ങ് പോയാൽ അത് വീണ്ടെടുക്കുവാൻ പോലും ഇവർക്ക് കഴിയില്ല. എന്നിട്ട് അല്ലാഹു പറയുന്നു, തേടിയവനും ദുർബലൻ, തേടപ്പെട്ടവനും ദുർബലൻ. ഇവിടെ എന്തിനെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തേട്ടമെന്ന് വിശദീകരിച്ചത്? ആരെക്കുറിച്ചാണ് തേടിയവൻ എന്ന് പറഞ്ഞത്? ആരെക്കുറിച്ചാണ് തേടപ്പെട്ടവൻ എന്ന് പറഞ്ഞത്? ദുആ നടത്തിയവരെ കുറിച്ചാണ്. ദുആ നടത്തിയവരെ കുറിച്ചാണ്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, നിങ്ങൾ എന്തുകൊണ്ടാണ് ദുആക്ക് പ്രാർത്ഥന എന്നതിന് പകരം വിളിച്ചു തേട്ടമെന്ന് അർത്ഥം പറയുന്നത്? ഈ ആയത്താണ് അതിന് തെളിവ്. അല്ലാഹു അല്ലാത്തവരോട് ദുആ ചെയ്യുന്നവരെ കുറിച്ച് വിശുദ്ധ ഖുർആൻ പറയുന്നു, റബ്ബ് സുബ്ഹാനഹു വ തആല പറയുന്നു, ലൗഫത്വാലിബു വൽ മത്ലൂബ്, തേടിയവനും ദുർബലനാണ്, തേടപ്പെട്ടവനും ദുർബലനാണ്. അല്ലേ? കോഴിക്കോട് നഗരത്തിൽ നടക്കുന്ന ഒരു സുപ്രധാനമായ നേർച്ചയുണ്ട്. നേർച്ചയുടെ പേര് അപ്പവാണിഭ നേർച്ച എന്നാണ്. പല നേർച്ചകളും നിങ്ങൾ കേട്ടിട്ടുണ്ടാകും. സലാത്ത് നേർച്ച, ദിക്ർ നേർച്ച എന്നൊക്കെ പറയുന്ന നേർച്ചകൾ. ഇത് അപ്പവാണിഭ നേർച്ചയാണ്. എന്തുകൊണ്ടാണ് ആ നേർച്ചയ്ക്ക് അപ്പവാണിഭ നേർച്ച എന്ന് പേര് വന്നത്? കോഴിക്കോട് നഗരത്തിലെ പ്രസിദ്ധമായ ശൈഖിന്റെ പള്ളി, ആ ശൈഖിന്റെ പള്ളിയിൽ നടക്കുന്ന നേർച്ചയുടെ ഉറൂസിന്റെ ഏറ്റവും വലിയ നേർച്ച വസ്തു പലഹാരങ്ങളാണ്, അപ്പങ്ങളാണ്. അപ്പങ്ങൾ എന്ന് പറയുമ്പോൾ നമ്മളുടെയൊക്കെ മനസ്സിലേക്ക് കടന്നു വരുന്ന ചില ചിത്രങ്ങളുണ്ട്. ചിപ്സ്, മിക്സ്ചർ, കേക്ക്, ഹലുവ എന്നിങ്ങനെ തുടങ്ങി നമ്മളുടെ ബേക്കറികളിൽ നിരന്ന് കാണുന്ന പലഹാരങ്ങൾ അപ്പങ്ങൾ അല്ല. അവിടെ വിൽക്കുന്ന അപ്പങ്ങളുടെ, അവിടെ നേർച്ചയാക്കുന്ന അപ്പങ്ങളുടെ പേര് കയ്യപ്പം, കണ്ണപ്പം, കാലപ്പം, മൂക്കപ്പം, ചെവിയപ്പം എന്നൊക്കെയാണ്. നിങ്ങളുടെ ഏത് അവയവത്തിനാണോ രോഗം ബാധിച്ചിരിക്കുന്നത് ആ പേരിലുള്ള അപ്പം വാങ്ങി നേർച്ചയാക്കുക. കൈക്കാണ് രോഗമെങ്കിൽ കയ്യപ്പം വാങ്ങി നേർച്ചയാക്കുക. കണ്ണിനാണ് രോഗമെങ്കിൽ കണ്ണപ്പം വാങ്ങി നേർച്ചയാക്കുക. മൂക്കിനാണ് രോഗമെങ്കിൽ മൂക്കപ്പം വാങ്ങി നേർച്ചയാക്കുക. അന്നനാളം, ശ്വാസനാളം, അതേപോലെ തന്നെ ചെറുകിടൽ, വൻകുടൽ തുടങ്ങി കുഴൽ രൂപത്തിലുള്ള ഏതെങ്കിലും ഒരു അവയവത്തിനാണ് രോഗമെങ്കിൽ കുഴലപ്പം വാങ്ങി നേർച്ചയാക്കുക. ഇങ്ങനെ ഒരു നേർച്ച നടന്നുകൊണ്ടിരിക്കുന്നു കേരളത്തിൽ. പലപ്പോഴും നമ്മുടെയൊക്കെ നാടുകളിൽ ചിലപ്പോഴൊക്കെ, ഇനി അതല്ലെങ്കിൽ ആ സമയത്ത് മലബാറിലേക്ക് യാത്ര ചെയ്ത ആളുകൾ അത്തരം ഒരു പോസ്റ്റർ കാണാതിരിക്കില്ല. ആലോചിച്ചു നോക്കുക, ആരാണ് ഇവിടെ പോകുന്നത്? 5-10 കൊല്ലം ദുബായിൽ ഏതെങ്കിലും ഒരു കഫ്റ്റീരിയയിൽ ജോലി ചെയ്ത് ഷവർമ അരിയുന്ന ജോലിയെടുത്ത ചെറുപ്പക്കാരൻ നാട്ടിൽ വരുന്നു. എന്താ പ്രശ്നം? കൈവേദന. നിരന്തരമായി ഈ ജോലി ചെയ്തത് കൊണ്ട് മസിലിന് വേദന. പല ഡോക്ടർമാരെയും കാണിക്കുന്നു, ഭേദപ്പെടുന്നില്ല. ഏതെങ്കിലും ഒരു ഉസ്താദിനോട്, ഏതെങ്കിലും ഒരു സുഹൃത്തിനോട് പറയുമ്പോ പറയും, അത് ഡോക്ടർമാരെ കാണിച്ചിട്ട് കാര്യമില്ല. അല്ലത് യുവസ്വിസു ഫീ സുദൂരിൻ നാസ് മിനൽ ജിന്നത്തി വന്നാസ് എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ മനുഷ്യ മനസ്സുകളിൽ ദുർബോധനം നടത്തുന്ന ചില ആളുകൾ അവര് പറയും, ഇന്ന നേർച്ചക്കൊന്ന് പോയിട്ട് അവിടെ നേർച്ചയാക്കിയാൽ മതി. ഈ പാവപ്പെട്ട മനുഷ്യൻ എന്തിനാ അവിടെ പോയി കയ്യപ്പം നേർച്ചയാക്കുന്നത്? അവന്റെ കൈയുടെ വേദന മാറാൻ. ആരോടാ അവൻ നേർച്ചയാക്കുന്നത്? 2 കൈകളും ദ്രവിച്ചു കഴിഞ്ഞ ഖബറിൽ ജീവിക്കുന്ന ഈ കൈ കൊണ്ട് ഒരു ചലനം പോലും നടത്താൻ കഴിയാത്ത ഒരു മനുഷ്യനോട്. ആ മനുഷ്യന് നേർച്ചയാക്കിയ കയ്യപ്പം, ഇവന്റെ രോഗം മാറാൻ വേണ്ടി ഇവൻ നേർച്ചയാക്കിയ കയ്യപ്പം ലൈറ്റ് ഓഫ് ചെയ്ത് അതിന്റെ പരിപാലകന്മാർ പോയാൽ ഒരു പെരുവിരലിന്റെ അത്ര വലിപ്പമുള്ള ഒരു എലിക്കുഞ്ഞു വന്ന് ആ അപ്പത്തിൽ നിന്ന് ഒരു കഷ്ണവും എടുത്ത് ഓടിപ്പോകുമ്പോ, എലിയെ അതവിടെ വെക്കൂ, അത് എന്റെ മുരീദി എനിക്ക് നേർച്ചയാക്കിയതാണ് എന്ന് പറയാൻ ഈ ശൈഖിന് കഴിയില്ല. വിശുദ്ധ ഖുർആൻ പറഞ്ഞ ഉദാഹരണം നോക്കൂ നിങ്ങൾ. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി, മാ ഖദറുല്ലാഹ ഹഖ ഖദരിഹി. അല്ലാഹുവിനെ മനസ്സിലാക്കേണ്ടതുപോലെ അവർ മനസ്സിലാക്കിയില്ല. ഇന്നല്ലാഹ ലഖവിയ്യുൻ അസീസ്, അല്ലാഹു അജയ്യനും അതിശക്തിവാനുമാകുന്നു എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുകയാണ്. അല്ലാഹുവിനെ മനസ്സിലാക്കാത്ത ഒരു സമൂഹം, ആ സമൂഹത്തിന്റെ മുമ്പിലാണ് നമ്മൾ എഴുന്നേറ്റ് നിന്നത്. നൂറ്റാണ്ടുകൾക്ക് മുമ്പല്ല, പതിറ്റാണ്ടുകൾക്ക് മുമ്പല്ല, ഇന്നും. മരിച്ചുപോയ മഹാന്മാരോട് പ്രാർത്ഥന നടത്തുന്നതിന് തെളിവ് വിശദീകരിച്ചുകൊണ്ട് ഒരു മുസ്ലിയാർ നടത്തിയ പ്രസംഗം നിങ്ങളൊക്കെ കേട്ടിട്ടുണ്ടാകും. അദ്ദേഹം പറഞ്ഞു,
എന്തിനാണ് ഇങ്ങനെ കുറ്റം പറയുന്നത്? അദ്ദേഹം പറയാണ് ഒരു ഉദാഹരണത്തിന് കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി. അന്ന് ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയാണ്. അതാ ഞാൻ പറഞ്ഞത് നൂറ്റാണ്ടുകൾക്ക് മുമ്പുള്ള കഥയല്ല എന്ന്. കേരളത്തിന്റെ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ അരികിൽ നിന്ന് എനിക്ക് ഒരു ഫയൽ ഒപ്പിട്ട് കിട്ടേണ്ടതുണ്ട്. എനിക്ക് ഉമ്മൻചാണ്ടിയെ അറിയില്ല, ഉമ്മൻചാണ്ടിക്ക് എന്നെ അറിയില്ല. എന്നാൽ അദ്ദേഹം ഒരു കഥ പറയുകയാണ്. എന്നാൽ ഉമ്മൻചാണ്ടിയുടെ ഡ്രൈവർ എന്റെ അയൽവാസിയാണെന്ന് വിചാരിക്കുക. സ്വാഭാവികമായി ഞാൻ എന്ത് ചെയ്യും? ഈ ഡ്രൈവറെ വിളിക്കും, അദ്ദേഹത്തോട് പറയും, എന്റെ ഒരു ഫയൽ CM-ന്റെ മേശപ്പുറത്തുണ്ട്, അതൊന്ന് റെഡിയാക്കാൻ രാജാ നീ ഒന്ന് പറയണം എന്ന് ഞാൻ പറയും. അവൻ എന്നോട് പറയും, സാർ ഒന്ന് വരൂ, നമുക്ക് പോകാം. ഞാൻ തിരുവനന്തപുരത്ത് പോകും. രാജനെയും കൂട്ടി CM-ന്റെ മുന്നിൽ ചെല്ലും. CM-നോട് രാജൻ പറയും, സരിതന്റെ അയൽവാസിയാ, എനിക്ക് പരിചയമുള്ള ആളാണ്, എനിക്ക് വേണ്ടപ്പെട്ട ആളാണ്, ഞാൻ ഇവിടെയായിരിക്കും, എന്റെ കുടുംബത്തിന് എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ സഹായിക്കുന്നത് ഇദ്ദേഹമാണ്, അദ്ദേഹത്തിന്റെ ഒരു ഫയൽ സാറിന്റെ മേശപ്പുറത്തുണ്ട്, അതൊന്ന് സാറ് പരിഗണിക്കണം എന്ന് ഈ രാജൻ പറയുമ്പോ CM എന്റെ ഫയൽ പരിഗണിക്കും. ഇതിലെന്താണ് കുഴപ്പം? ഇതിലെന്താ തെറ്റ്? ഇതേപോലെ നമ്മളുടെ ഒരു കാര്യം നമ്മൾ മഹാന്മാരോട് പറയുന്നു, മഹാന്മാരത് അല്ലാഹുവിനോട് പറയുന്നു, അതിലെന്താണ് കുഴപ്പം എന്നാണ് അദ്ദേഹത്തിന്റെ ചോദ്യം. നോക്കൂ നിങ്ങൾ, മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി എന്ന് 1400 കൊല്ലങ്ങൾക്ക് മുമ്പ് വിശുദ്ധ ഖുർആൻ നടത്തിയ പദപ്രയോഗം എത്ര അന്വർത്ഥമാണിവിടെ. CM-ന്റെ കഥയുണ്ടാകുന്നത് എവിടെ നിന്നാണ്? മുഖ്യമന്ത്രിയുടെ കഥയുണ്ടാകുന്നത് എവിടെ നിന്നാണ്? മുഖ്യമന്ത്രിക്ക് ഈ മുസ്ലിയാരെയും അറിയില്ല, ഈ മുസ്ലിയാർക്ക് മുഖ്യമന്ത്രിയെയും അറിയില്ല എന്നിടത്ത് നിന്നാണ്. നേരെ മറിച്ച് മുഖ്യമന്ത്രിയുമായി നമ്മൾ സാധാരണ പറയാറുള്ളത് പോലെ എടാ പോടാ ബന്ധമാണെങ്കിൽ ഡ്രൈവറെ വിളിക്കേണ്ടതുണ്ടോ? അറിയില്ല ഇയാൾക്ക് മുഖ്യമന്ത്രിയെ, മുഖ്യമന്ത്രിക്ക് ഇയാളെയും അറിയില്ല എന്ന രണ്ടാളുടെയും അറിവുകേടിൽ നിന്നാണ് ഈ ഒരു ഇടയാളനെ തേടേണ്ടി വരുന്നത്. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മുസ്ലിയാരെ അറിയാത്ത ആളാണോ? അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ലോകത്തെ ഏതെങ്കിലും ഒരു മനുഷ്യനെ അറിയാത്ത ആളാണോ? അല്ല. റബ്ബ് സുബ്ഹാനഹു വ തആല പരിചയപ്പെടുത്തിയത് എന്താ? അല്ലാഹു സുബ്ഹാനഹു വ തആല അല്ലാഹുവിനെ കുറിച്ച് പരിചയപ്പെടുത്തിയത് എങ്ങനെയാ? വഇദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബുൻ ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. നബിയെ, അള്ളാഹുവിനോട് മാത്രം ദുആ ചെയ്യണമെന്ന് പറയുമ്പോ, അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പഠിപ്പിക്കുമ്പോ സ്വാഭാവികമായും ചോദ്യം വരും, ആരാ അല്ലാഹ്? മറുപടി എന്താ പറയേണ്ടത്? വഇദാ സഅലക ഇബാദി അന്നി, എന്റെ അടിമകൾ എന്നെ കുറിച്ച് താങ്കളോട് ചോദിച്ചാൽ ഫഇന്നി ഖരീബ്, പറയേണ്ടത് എന്താ? ഞാൻ വളരെ അടുത്താണ് എന്നാ. എന്തിന്? ഉജീബു ദഅവത ദാഇ ഇദാ ദഅൻ. എന്റെ അടിമ എന്നോട് പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകാൻ ഞാൻ അടുത്തുണ്ട് എന്നാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്. ഈ മുസ്ലിയാര് പറഞ്ഞ അല്ലാഹു ആണെങ്കിലോ, ഇദ്ദേഹത്തിന്റെ കുട്ടിക്ക് രോഗം വരുന്നു, അദ്ദേഹം വിളിക്കുകയാണ്, പടച്ചോനെ എന്റെ കുട്ടിയുടെ രോഗം മാറണേ. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ മേശപ്പുറത്തുള്ള ഫയൽ പരിഗണിക്കപ്പെടാത്തതുപോലെ ഇയാളുടെ പ്രാർത്ഥന പരിഗണിക്കപ്പെടുന്നില്ല. കാരണം ഇതാരാ വിളിക്കുന്നത്, എവിടുന്നാ വിളിക്കുന്നത് ഒന്നും പടച്ചോൻ അറിയില്ല. അപ്പോഴാണ് മമ്പർത്ത് തങ്ങൾ വിളിക്കുന്നത്, മൊയ്തീൻ ശേഖ് വിളിക്കുന്നത്, പടച്ചോനെ ഇങ്ങനെ നമ്മളൊരു വേണ്ടപ്പെട്ട മൊയ്ലിയാര് നിന്നെ വിളിച്ച് മൂപ്പരെ കുട്ടീന്റെ ഒരു അസുഖത്തിന്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്, അത് നീ ഒന്ന് ശരിയാക്കി കൊടുക്കണേ എന്ന് മമ്പർത്ത് തങ്ങൾ പറയുമ്പോ, മൊയ്തീൻ ശേഖ് പറയുമ്പോ പടച്ചോന് മനസ്സിലായി മൂപ്പരെ നേരിട്ട് അറിയില്ലെങ്കിലും ഇതൊരു വേണ്ടപ്പെട്ട ആള് തന്നെയാണ്, നമുക്ക് വേണ്ടപ്പെട്ട ആളുകൾക്ക് വേണ്ടപ്പെട്ടയാളാണ്, അതുകൊണ്ട് മൂപ്പരെ പ്രശ്നം പരിഹരിക്കണം എന്ന് അല്ലാഹു തീരുമാനിക്കുമെന്നല്ലേ ഈ പറഞ്ഞതിന്റെ അർത്ഥം? മാ ഖദറുല്ലാഹ ഹഖ ഖദ്രിഹി എന്ന ആയത്ത് പ്രിയപ്പെട്ടവരെ വേറെ ആർക്കാണ് ബാധകമാവുക? വേറെ ആർക്കാണ് ബാധകമാവുക? ഈ തരത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശത്തിൽ നിന്ന് അകന്നുപോയ ഒരു സമൂഹം, ആ സമൂഹത്തെ ലാ ഇലാഹ ഇല്ലല്ലാഹിലേക്ക് തിരിച്ചു വിളിക്കുകയാണ് ഇസ്ലാഹി പ്രസ്ഥാനം ഒന്നാമതായി ചെയ്തത്. നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഖബറുകൾ കെട്ടിയുയർത്തപ്പെടുകയും ആ ഖബറുകളുമായി ബന്ധപ്പെട്ട് നേർച്ചകളും ഉറൂസുകളും മറ്റ് അനാചാരങ്ങളും നടത്തുകയും ആ ഖബറുകളിലേക്ക് പാവപ്പെട്ട മനുഷ്യർ ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടി കടന്നു ചെല്ലുകയും ചെയ്യുന്ന അവസ്ഥ നമ്മുടെയൊക്കെ നാടുകളിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണത്. ആ സമൂഹത്തോട് മുജാഹിദുകൾ പറഞ്ഞില്ല, ഇത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനിൽപ്പെട്ടതല്ല, അല്ലാഹു അത് പഠിപ്പിച്ചിട്ടില്ല, അല്ലാഹുവിന്റെ റസൂൽ അത് പഠിപ്പിച്ചിട്ടില്ല. നമ്മളുടെ നാടുകളിൽ നിന്ന് മരണപ്പെട്ടു പോയ മഹാന്മാരെന്ന് പറയപ്പെടുന്നവരും മഹാന്മാരുമായ ആളുകൾ
അവരെക്കാളൊക്കെ എത്രയോ മഹാന്മാരല്ലേ അള്ളാഹുവിന്റെ ദൂതന്മാർ. നോഹ് നബിയെ പോലെ, ആദം നബിയെ പോലെ, ഇദ്രീസ് നബിയെ പോലെ, അയ്യൂബ് നബിയെ പോലെ, ഇബ്രാഹിം നബിയെ പോലെ, ഇസ്മായിൽ നബിയെ പോലെ എത്രയോ നബിമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്റെ ജീവിതത്തിൽ ഒരുപാട് സന്ദർഭങ്ങളിൽ പ്രാർത്ഥന നടത്തിയത് നമുക്ക് കാണാൻ കഴിയും. പ്രതിസന്ധികളുടെയും പ്രയാസങ്ങളുടെയും ബുദ്ധിമുട്ടുകളുടെയും നടുവിൽ നിന്നുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നടത്തിയ പ്രാർത്ഥന, എല്ലാ പ്രാർത്ഥനകളും അള്ളാഹുവിനോട്. അതുകൊണ്ട് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കണം. ഇതാണ് ഒന്നാമതായി നാം പറഞ്ഞത്. രണ്ടാമതായി ഈ സമൂഹത്തോട് നമ്മൾ പറഞ്ഞു, നാം ദീന് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഇഷ്ടമനുസരിച്ചല്ല, നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ചല്ല, മറിച്ച് വിശുദ്ധ ഖുർആനും തിരുസുന്നത്തുമാണ് നമ്മളുടെ പ്രമാണം. ബുദ്ധിക്കനുസരിച്ച് ദീനിനെ മനസ്സിലാക്കുന്നവരുണ്ട് ലോകത്ത്. തങ്ങളുടെ ഇച്ഛക്കനുസരിച്ച് ഖുർആനിനെയും ഹദീസുകളെയും വ്യാഖ്യാനിക്കുന്നവരുണ്ട് ലോകത്ത്. അവരുടെ മുമ്പിൽ എഴുന്നേറ്റ് നിന്നുകൊണ്ട് മുജാഹിദുകൾ പറഞ്ഞു, അങ്ങനെ നാം നമുക്ക് തോന്നിയതുപോലെ വ്യാഖ്യാനിക്കുകയും വിശദീകരിക്കുകയും ചെയ്യേണ്ടതല്ല വിശുദ്ധ ഖുർആൻ. എങ്ങനെയാണോ സഹാബത്ത് അല്ലാഹുവിന്റെ റസൂലിൽ നിന്ന് ഖുർആൻ മനസ്സിലാക്കിയത്, ആ രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്, ആ രീതിയിലാണ് നമ്മളത് വിശദീകരിക്കേണ്ടത്. അതേപോലെ തന്നെ എങ്ങനെയാണോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് സഹാബത്തെ ഹദീസുകൾ മനസ്സിലാക്കിയത്, ആ രീതിയിലാണ് നമ്മളത് മനസ്സിലാക്കേണ്ടത്. എന്റെ ബുദ്ധിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ പേരിൽ, എന്റെ യുക്തിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ പേരിൽ, വേറെ ആരുടെയെങ്കിലും യുക്തിക്ക് യോജിക്കുന്നില്ല എന്നതിന്റെ പേരിൽ ലോകത്ത് കഴിഞ്ഞുപോയ മുഴുവൻ പണ്ഡിതന്മാരും അംഗീകരിക്കുകയും സ്വഹീഹാണെന്ന് പറയുകയും ചെയ്ത ഹദീസുകൾ നമ്മൾ നിഷേധിക്കാൻ പാടില്ല. ഒന്ന്. രണ്ടാമത്തേത്, ഏതെങ്കിലും ഒരു പണ്ഡിതനെ അന്ധമായി അനുകരിച്ചുകൊണ്ട് തഖ്ലീദ് ചെയ്തുകൊണ്ട് ആ പണ്ഡിതൻ എന്ത് പറഞ്ഞാലും ശരി, അത് ഖുർആനിനോട് യോജിക്കുന്നതായാലും യോജിക്കാത്തതായാലും ശരി, ഹദീസുകളോട് യോജിക്കുന്നതായാലും ശരി യോജിക്കാത്തതായാലും ശരി, പൂർവികരായ ഉത്തമ തലമുറകൾ ഖൈറുന്നാസി ഖർനി സുമ്മല്ലദീന യലൂനഹും സുമ്മല്ലദീന യലൂനഹും എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ച ഉത്തമ നൂറ്റാണ്ടിൽപ്പെട്ട ആളുകൾ ചെയ്തതായാലും ശരി ചെയ്യാത്തതായാലും ശരി, ഏതെങ്കിലും ഒരു പണ്ഡിതൻ പറഞ്ഞു എന്നതിന്റെ പേരിൽ മാത്രം ആ പണ്ഡിതനെ അന്ധമായി തഖ്ലീദ് ചെയ്യുന്ന ഒരു രീതി, അതും നമ്മളുടെ ജീവിതത്തിൽ പാടില്ല. മറിച്ച് അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിച്ചു തന്ന ദീൻ എങ്ങനെയാണോ ഈ പറഞ്ഞ ഉത്തമ തലമുറയിൽപ്പെട്ട ആളുകൾ മനസ്സിലാക്കിയത്, ആ രൂപത്തിൽ മനസ്സിലാക്കുകയും അത് നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ പകർത്തുകയും ചെയ്യേണ്ടതുണ്ട് എന്ന് ഇസ്ലാഹി പ്രസ്ഥാനം ഈ സമൂഹത്തെ പഠിപ്പിച്ചു. എന്താണ് കേരള നദവത്തുൽ മുജാഹിദീൻ ഈ സമൂഹത്തിന് മുന്നിൽ ഉയർത്തിപ്പിടിക്കുന്ന ആദർശമെന്ന്, കേരള നദവത്തുൽ മുജാഹിദീന് ഈ സമൂഹത്തിന് മുന്നിൽ വിളിച്ചു പറയാനുള്ള ആശയമെന്തോ സന്ദേശമെന്തോ എന്ന ചോദ്യത്തിന് ഈ രണ്ടുത്തരമാണ് ഏറ്റവും പ്രധാനമായി നമുക്ക് പറയാനുള്ളത്. ഒന്ന്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശം. രണ്ടാമത്തേത്, പ്രമാണങ്ങളെ, ആ ദീന് പഠിപ്പിച്ച, ഇസ്ലാം പഠിപ്പിച്ച പ്രമാണങ്ങളെ കൃത്യമായി അംഗീകരിച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോവുക. ഇത് സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘടനയല്ല. അതുകൊണ്ട് തന്നെയാണ് പല ഘട്ടങ്ങളിലും ഈ ആദർശത്തിന് എതിരായി പ്രവർത്തിച്ച പലരും ഇതിൽ നിന്ന് വിട്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ചില ആളുകൾ ചോദിക്കാറുണ്ട്, എന്താ നിങ്ങളുടെ സംഘടന മാത്രം ഇങ്ങനെ വിഭജിച്ചുകൊണ്ടിരിക്കുന്നത്, വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്നത്, പലരും തെറ്റിപ്പോയിക്കൊണ്ടിരിക്കുന്നത്? ഇവിടെ കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. ഇവിടെ കൃത്യമായ ഒരു മാനദണ്ഡമുണ്ട്. അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. അവിടെ പിന്നെ ജിന്നുകളോട് നടത്തുന്ന സഹായാർത്ഥന, മലക്കുകളോട് നടത്തുന്ന സഹായാർത്ഥന, അതേപോലെയുള്ള സഹായാർത്ഥനകൾ എന്ന ഒരു വിഷയം, അത് ശിർക്കല്ലാതാകുമോ ആകുമോ എന്ന ഒരു വിഷയം അവിടെ ഉണ്ടാകുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സുന്നത്ത് അംഗീകരിക്കണമെന്ന് പറഞ്ഞാൽ, അതിന് പിന്നെ സ്വഹീഹായ ഹദീസുകൾ സ്വീകരിക്കണമെന്ന് പറഞ്ഞാൽ, എന്നാലും ഇത്തരം ചില ഹദീസുകൾ ഉണ്ടല്ലോ, അത് നമുക്കങ്ങ് ദഹിക്കുന്നില്ലല്ലോ. ഇല്ല, അതിന് പ്രസക്തിയില്ല. സ്വാഭാവികമായും ഈ ആദർശം കൃത്യമായി പാലിക്കുകയും ഈ ആദർശം ഈ സമൂഹത്തിന് മുന്നിൽ പ്രചരിപ്പിക്കുകയും ചെയ്യുമ്പോൾ ഇതിൽ നിന്ന് വ്യത്യസ്തമായി ചിന്തിക്കുന്ന ആളുകൾ ഇതിൽ നിന്ന് പുറത്തേക്ക് പോകും. അതാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് പറഞ്ഞത്, ഇത് സംഘടനയ്ക്ക് വേണ്ടി ഉണ്ടാക്കിയ സംഘടനയല്ല, മറിച്ച് ഒരാദർശം, അത് പഠിക്കാൻ, അത് പഠിപ്പിക്കാൻ, അത് പ്രബോധനം ചെയ്യാൻ, ഈ സമൂഹത്തെ സത്യത്തിലേക്ക് നയിക്കാൻ അതിനുവേണ്ടി ഉണ്ടാക്കിയ ഒരു സംഘമാണിത്, ഒരു കൂട്ടായ്മയാണിത്.
അതുകൊണ്ട് ഈ ആദർശമാണ് നാം മനസ്സിലാക്കേണ്ടത്. ഈ ആദർശത്തെക്കുറിച്ചാണ് നാം ബോധവാന്മാരാകേണ്ടത്. കാരണം ഇത് ഭൗതികമായ ഒരു വിഷയമല്ല. ഏത് വെല്ലുവിളികളുടെ മുമ്പിലും നെഞ്ചുയർത്തിപ്പിടിച്ച്, ഏത് പ്രതിസന്ധികളുടെ മുമ്പിലും നെഞ്ചുയർത്തിപ്പിടിച്ച് നിൽക്കാൻ ഇസ്ലാഹി പ്രസ്ഥാനത്തെ പ്രേരിപ്പിക്കുന്നത് ഈ ആദർശബദ്ധതയാണ്, ഈ ആദർശ സുദൃഢതയാണ്. ആ സുദൃഢത നമ്മുടെയൊക്കെ ജീവിതത്തിൽ ഉണ്ടാകണം. ആ ദൃഢത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായാൽ മാത്രമേ പരലോകത്ത് നമുക്ക് രക്ഷപ്പെടാൻ കഴിയുകയുള്ളൂ. അതുകൊണ്ട് ഈ തൗഹീദ് അംഗീകരിച്ച്, ഈ റിസാലത്ത് അംഗീകരിച്ച്, ആഖിറത്തിൽ വിശ്വസിച്ച് പരലോകത്ത് വിജയിക്കുന്ന ആളുകളായി തീരാനാണ് നാം ശ്രമിക്കേണ്ടത് എന്നതാണ് മുജാഹിദുകൾക്ക് ഈ സമൂഹത്തോട് സമർപ്പിക്കാനുള്ള, സമൂഹത്തിന് മുന്നിൽ സമർപ്പിക്കുവാനുള്ള സന്ദേശം. ഇൻഷാ അല്ലാഹ് ഇതുമായി ബന്ധപ്പെട്ട മറ്റ് ചർച്ചകൾ നമുക്ക് മഗ്‌രിബ് നമസ്കാരത്തിന് ശേഷം നടത്താം. അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ ദീൻ കൃത്യമായി പഠിക്കുവാനും മനസ്സിലാക്കുവാനും അത് ജീവിതത്തിൽ പകർത്തുവാനും നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.